വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ ഞാനും ട്രൈ ചെയ്തു കേട്ടോ. വെറുതെ പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബോൺലെസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഗരം മസാല പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, അതൊരു 2 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് വിനെഗറാണ് ചേർത്ത് കൊടുത്തത്. നാരങ്ങ നീരായാലും മതി, ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതുപോലെ വലിയ പീസസ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറിയ പീസാണെങ്കിലും ആ ബോൺലെസ് ഇല്ലാത്ത ഭാഗം വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യം വരില്ല. അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ കുക്കായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗാർലിക് ആണ് കേട്ടോ. വെളുത്തുള്ളി ഒരു 3 അല്ലി, പിന്നെ ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീമിൻ്റെ അളവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു തിക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ച് ഫ്രഷ് ക്രീം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, കാരണം നമ്മൾ നേരത്തെ ആ ഒരു ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തത്. ചീസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ 2 വശവും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ കുക്കായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റോളം വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിക്കാവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ചു വെച്ച് 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഒരു ഗ്രേവി എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിന് മുകളിലായിട്ട് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കസൂറി മെത്തി ലീവ്സും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.